ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പഴയ കലണ്ടറൊക്കെ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ കലണ്ടറും ഇതേപോലെ ഒരു ചരടും അതേപോലെ സെല്ലോ ടേപ്പും മാത്രം മതി. നമുക്ക് മഴക്കാലത്ത് പുറത്ത് തുണികളൊക്കെ വിരിക്കാൻ സൗകര്യക്കേടുള്ളവർക്ക് ഇതേപോലെ 1-2 കലണ്ടറുകളൊക്കെ എടുത്തിട്ട് നമ്മൾ നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒരു ചരടോ കയറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഞെരുക്കി ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് അതിൻ്റെ പുറമെ ചുറ്റി കൊടുക്കാം. അത് 1 ലെയറോ 2 ലെയറോ ആക്കിയിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുണികൾ നനഞ്ഞ തുണികളിട്ടാൽ പോലും ആ കലണ്ടറൊന്നും നനയില്ല. അപ്പം ഞാനിപ്പോൾ 1 ലെയർ മാത്രമേ ചുറ്റുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ചുറ്റി കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ കട്ടിയും കിട്ടും. എത്ര തുണികൾ വേണേലും നമുക്ക് അതിനകത്തോട്ട് ഹാങ്കറിനകത്താക്കി അതിനകത്തിടാം. അപ്പോൾ ഇതേപോലെ നമുക്ക് റൂമിനകത്താണേലും എവിടെ ആണേലും സൗകര്യം ഇല്ല എങ്കിൽ പോലും നമുക്കൊരു കയറിനകത്ത് ചരടിനകത്ത് കെട്ടിയിട്ട് നമ്മളിതേപോലെ ഹാങ്കർ തൂക്കിയിടുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഒത്തിരി ഷർട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ആണെങ്കിലും എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അത് ഉണങ്ങുകയും ചെയ്യും. അതല്ല നമുക്ക് ഉണങ്ങിയ തുണിയാണെങ്കിൽ പോലും തേച്ചൊക്കെ ഇട്ട് ഷർട്ടൊക്കെ നമ്മൾ തേച്ചിടുകയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സെല്ലോ ടേപ്പ് ഇതേ രീതിയിൽ ചുറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. ഒരു മടക്കിട്ടിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ ഈ ചരട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അല്ലേ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ച് പേപ്പർ കഷ്ണമോ തുണി കഷ്ണമോ എന്താണെന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ ചരട് ഇതേപോലെ കെട്ടുക. കണ്ടോ, ഇതേപോലെ ഒന്ന് കൂട്ടിക്കെട്ടുക. നമ്മളിപ്പോൾ കലണ്ടറിനകത്തോട്ടിട്ട ആ ചരട് ഇതേപോലെ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ 2 വശങ്ങളിലും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് നീങ്ങാതിരിക്കാനായിട്ട് കുറച്ച് പേപ്പർ ഇതേപോലെ ഒന്ന് അകത്തോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ തുണിയാണെങ്കിലും കുഴപ്പമില്ല, വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ അതേപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പം ആ ചരട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു വള്ളി വേണം നമുക്ക് ഒരു കയറിനകത്തോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊളുത്തിയിടാം കേട്ടോ. റൂമിനകത്താണേലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് സൈഡിൽ ഒതുക്കിയിട്ട് വേണേലും ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര നമുക്ക് സ്ഥലക്കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ചിട്ട് അത് ആ സ്ഥലക്കുറവ് നികത്താൻ പറ്റും. കാരണം അതിനു വേണ്ടി ഹാങ്കർ നമുക്ക് ഇതിനകത്തോട്ട് കൊളുത്താം. അപ്പോൾ ഇതേപോലെ വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ നമുക്കൊന്നുകൂടെ നമുക്ക് 2 ആയിട്ട് ഇതേപോലെ നീളത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 ഭാഗത്ത് ഞാൻ ഇതേപോലെ കടലാസ് കയറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലൊന്നും നീങ്ങില്ല കയറ്. കണ്ടോ, അപ്പോൾ ഇതേപോലത്തെ ചരട് വേണമെന്നില്ല, ഏതാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പ് അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ നല്ല ബലത്ത് കിട്ടുന്നുണ്ട്. ഇതേപോലെ ഷർട്ടുകൾ എത്ര ആണെങ്കിലും കൊളുത്തിയിടുക. അതിപ്പോൾ ഞാൻ ഒരു ഹാങ്കറിനകത്ത് 2-3 ഷർട്ടുകൾ ഇട്ടിട്ടാണ് ഇപ്പോൾ കൊളുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം വെയിറ്റ് അത് താങ്ങുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ പപ്പായ ഇല, അപ്പോൾ വലിയ ഇലയാണെങ്കിൽ ഇത് കുറച്ച് മാത്രം മതിയാകും. അതൊന്ന് ഇതേപോലെ ഒന്ന് കീറി മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അരച്ച് എന്നും പറഞ്ഞ് മിക്സിയുടെ ജാറ് നമുക്ക് അരപ്പൊന്നും അരയ്ക്കുന്നതിന് കൈക്കത്തൊന്നുമില്ല, നല്ലോണം ഒന്ന് തേച്ച് കഴിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുപ്പിക്കകത്ത് ആക്കുമ്പോഴത്തേന് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ സ്പ്രേ ആയി കിട്ടാനാണ്. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ വേസ്റ്റ് കയറി അടഞ്ഞിട്ട് അതിൻ്റെ വെള്ളം വരുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടുള്ളത് 2 കാര്യങ്ങളാണ്. അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി നമുക്ക്
ഈച്ചയും കൊതുകിനെയും അതേപോലെ തന്നെ ഉറുമ്പിനെയൊക്കെ ഇല്ലാതാക്കാം. അപ്പം വിനാഗിരിയും കംഫോർട്ടുമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ കംഫോർട്ടും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു മണവും കൂടെ ആവും. ഇപ്പം നമുക്ക് മുറ്റത്താണെങ്കിൽ പോലും നമുക്ക് തളിച്ചു കൊടുക്കുകയാണ് പാമ്പിൻ്റെയൊക്കെ ആ ഒരു വരവ് നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ കണ്ടോ, കുറച്ച് കംഫർട്ട് മാത്രം മതി. അപ്പോൾ അതൊഴിച്ചപ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ നമുക്കതിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ്. അതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനത് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ കുപ്പിയിൽ ഒരു ഹോളിട്ട് മൂടിയിൽ ഒരു ഹോളിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈച്ച, പല്ലി, ഉറുമ്പ് എല്ലാത്തിനെയും നമുക്ക് തുരത്താം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ എന്ന് മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല. കാരണം അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഈച്ചയൊന്നും വരില്ല. അതേപോലെ ഉറുമ്പിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും. അപ്പം നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡൈനിങ് ടേബിൾ, അതേപോലെ ബാത്റൂമിൻ്റെ നമ്മുടെ ഹോള്, അതേപോലെ തന്നെ കിച്ചൻ്റെ സിങ്കിൻ്റെ ഹോളിൽ, അതേപോലെ വാഷ് ബേസിൻ്റെ ഹോളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് കുഞ്ഞു പാറ്റകളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ശല്യം നമുക്ക് ഇല്ലാതാകും. ഉണ്ടോ, ഇതേപോലെ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതാകും. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ട് 2 ദിവസം വരെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ജനലിൻ്റെ പുറത്തൊക്കെ നമ്മൾ രാത്രി സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടേ പിന്നെ വരില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കി കിട്ടും. അതേപോലെ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഡിഷ് വാഷ്, ഹാൻഡ് വാഷൊക്കെ മേടിച്ച് കവർ വെറുതെ അല്ലേ കളയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം നിറച്ചിട്ട് നമ്മുടെ വേദനയുള്ള ഭാഗത്ത്, കൈക്കോ കാലിനോ വയറിനോ എവിടെയാണെന്ന് വെച്ചാൽ വേദനയുള്ള ഭാഗത്ത് ഇതിനകത്ത് വെള്ളമാക്കിയിട്ട് വെച്ച് പിടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയുള്ള കവർ മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ വലിയ കവറൊക്കെ കിട്ടുമല്ലോ, നമ്മൾ വിമ്മിൻ്റെയും അതേപോലെ എന്ത് മേടിച്ചാലും ഇതിൻ്റെ വലിയ കവറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചൂടുവെള്ളം, നല്ല രീതിയിലുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേദനയുള്ള ഭാഗത്തെല്ലാം വെച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.